നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സ്വർണ്ണക്കപ്പെത്തി കലാപുരത്തിന് തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. KPM ഹോട്ടലിൽ നിന്ന് മാങ്ങോട്ടത്തിലിന്റെ ഫോൺ കണ്ടെടുത്തു ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഉപതെരഞ്ഞെടുപ്പ് LDFനും UDFനും ജയം. വ്യത്യസ്തനായ ശ്രീനിവാസൻ, പ്രിയപ്പെട്ട ശ്രീനിയുടെ പല മുഖങ്ങൾ ഓർത്തെടുത്ത് സന്മനസ്സുള്ള ശ്രീനി സെഷൻ. 9 അമൃത് ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിന് ഒന്നുമില്ല. CPM മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസിൽ, നിലപാട് അവസരവാദപരെന്ന് CPM. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. ചർച്ചകൾ അഭ്യൂഹം. ജോസ് കെ മാണി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണം. തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റിന് അനുമതി. മാങ്ങോട്ടത്തിൽ തിരിച്ചടി. പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പ് ഉടൻ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 5 നാൾ നീണ്ടു നിൽക്കുന്ന കലാപുരത്തിന് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. അരങ്ങുണരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നഗരത്തെ ആവേശത്തിലാഴ്ത്തിയായി ജില്ലയിലെ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം. വേദി 1 സൂര്യകാന്തിയിൽ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ കലാപുരത്തിന്റെ സംഘാടകർ ആവേശത്തോടെ വരവേറ്റു. തിങ്കളാഴ്ച തൃശൂർ ജില്ലാ അതിർത്തി കടന്ന പ്രയാണം നഗരം ചുറ്റി ദേശപ്പെരുമയെ ഉയർത്തി വൈകിട്ട് 4ഓടെ പ്രധാന വേദിയിലെത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, റവന്യൂ മന്ത്രി കെ രാജൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കാസർഗോഡ് മെഗ്രാൽ GHSSൽ നിന്നും പ്രയാണം ആരംഭിച്ച 117.5 പവൻ സ്വർണ്ണക്കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണ പര്യടനത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് തൃശ്ശൂരിലെത്തിയത്. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ് നൽകുക. ഹർഷാരവത്തോടെയാണ് സാംസ്കാരിക നഗരി കൗമാര കലോത്സവത്തിന് എതിരേൽക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘത്തെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, പി ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സ്വീകരിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രധാന പന്തൽ കൈമാറി. ഇന്ന് പാചകശാലയിൽ പാലുകാച്ചൽ നടന്നു. നാളെ മുതലാണ് കലാ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 18-ന് സമാപന സമ്മേളനം നടക്കും. ഉപതെരഞ്ഞെടുപ്പ് LDFനും UDFനും വിജയം. UDF സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച ഉപതെരഞ്ഞെടുപ്പ് നടന്ന പിറവം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ 10-ാം വാർഡിൽ LDFനും മിന്നുന്ന ജയം. LDF സ്ഥാനാർത്ഥി CB രാജീവ് 221 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CB രാജീവ് 558 വോട്ടുകൾ നേടി. UDFിലെ ജോസ് ടി പി തെറ്റയമൽ 337, NDA സ്ഥാനാർത്ഥി ശ്രീകാന്ത് 34, സ്വന്തം സ്ഥാനാർത്ഥി പൗലോസു 35 വോട്ടുകൾ നേടി. തെരഞ്ഞെടുപ്പ് ദിവസമായ ഡിസംബർ 9-ന് പുലർച്ചെയാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന CS ബാബു മരിച്ചത്. എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ഏക തദ്ദേശ വാർഡാണിത്. 15-അംഗ ഭരണസമിതിയിൽ UDF 9, LDF 5, സ്വതന്ത്ര മുന്നണി 1 എന്നതാണ് ഇപ്പോഴത്തെ കക്ഷിനില. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായ്പണം 7-ാം വാർഡിൽ UDF വിജയിച്ചു. UDF സ്ഥാനാർത്ഥി സുബൈദ കൊരമ്പയിൽ 222 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കഴിഞ്ഞ മാസം നടന്ന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇലക്ഷനിൽ ലഭിച്ച UDF ലീഡ് ഇടിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ UDFന് 274 വോട്ടും ലീഡും ബ്ലോക്കിൽ 271 ലീഡും ആണ് ഉണ്ടായിരുന്നത്. LDF സ്വന്തം സ്ഥാനാർത്ഥിയായി സബീന 279 വോട്ട് നേടി. NDA സ്ഥാനാർത്ഥി T അനിതയ്ക്ക് 14 വോട്ടും സ്വന്തം സ്ഥാനാർത്ഥി സബിന അണ്ടുപാറയ്ക്ക് 6 വോട്ട് ലഭിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന വട്ടത്ത് ഹസീനയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പാണ് ഇന്നലെ നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിഴിഞ്ഞം വാർഡിൽ UDF സ്ഥാനാർത്ഥി സുധീർ ഖാൻ 83 വോട്ടിന് വിജയിച്ചു. 2902 വോട്ടാണ് UDFിന് ലഭിച്ചത്. LDFിലെ N നൌഷാദ് 2819 വോട്ടുകൾ നേടി. NDയുടെ സർവശക്തിപുരം വിനു 2437 വോട്ട് നേടി. 9 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന് ഒന്നും തന്നെയില്ല. പശ്ചിമബംഗാൾ, അസം, മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് പുതിയ അമൃത് ഭാരത് റൂട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് ഒരെണ്ണം പോലുമില്ല. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലാണ് മുന്തിയ പരിഗണന. ബംഗാളിൽ നിന്ന് ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുവാഹത്തി, റോഹ്താക്ക്, ദ്രുബുക്കുണ്ടു, ലക്നോ, ന്യൂപാൽ പുഞ്ചിസൈ, തിരുച്ചിറപ്പള്ളി, ന്യൂജാൽപുരി, നാഗർകോവിൽ, ആലിപ്പുദർവർ, NAVT, മംഗളൂരു, ആലിപ്പുദർവർ, മുംബൈ, കൊൽക്കത്ത, തമ്പരം, കൊൽക്കത്ത ആനന്ദ വിഹാർ ടെർമിനൽ, കൊൽക്കത്ത ബനാറസ് എന്നീ റൂട്ടുകളാണ് അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത്. ദീർഘദൂര റൂട്ടുകളിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ സർവീസ് നടത്തുന്ന non-AC ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. 800 കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ളതോ നിലവിലുള്ള സർവീസുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ 10 മണിക്കൂർ കൂടുതൽ എടുക്കുന്നതോ ആയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്.
കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന ചർച്ചകൾ അഭ്യൂഹം മാത്രമാണെന്നും ചെയർമാൻ ജോസ് കെ മാണി. ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടികളിൽ ജോസ് കെ മാണി പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് എം മുന്നണി വിടുന്നു എന്ന തരത്തിൽ മാധ്യമ ചർച്ചകൾ ഉയർത്തിയിരുന്നു. ഇതിനാണ് ജോസ് കെ മാണി മറുപടിയുമായി എത്തിയത്. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്തിലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമര പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുള്ളതാണ്. കൂടാതെ പാർട്ടിയുടെ മുഴുവൻ MLA-മാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ ഉള്ള അച്ചടിയുടെ ഭാഗമാണ് ജോസ് കെ മാണി വ്യക്തമാക്കി. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലുള്ള കോൺഗ്രസ് MLA രാഹുൽ മാങ്ങോട്ടതലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാങ്ങോട്ടതലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. 3 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു. മാങ്കൂട്ടത്തലിനെ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. അതിജീവിത പരാതിയിൽ പരാമർശിച്ച ഹോട്ടൽ മുറികളിൽ ഉൾപ്പെടെ എത്തിച്ച് ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്തും. മാങ്കൂട്ടത്തൽ പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്ന തിരുവല്ലയിലെ ഹോട്ടൽ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ രേഖകളും പരിശോധിക്കുന്നുണ്ട്. ബലാത്സംഗ കേസിൽ അറസ്റ്റായ കോൺഗ്രസ് MLA രാഹുൽ മാങ്കോട്ടത്തിൽ ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. മാങ്കോട്ടത്തലിനെ അറസ്റ്റ് ചെയ്ത പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. നിർണായക വിവരങ്ങൾ ഫോണിൽ ഉണ്ടെന്നാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കേസിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ച് മാങ്കോട്ടത്തലിനെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അന്തരിച്ച പ്രശസ്ത നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ വിവിധ തരത്തിലുള്ള സർഗാത്മകതയും വ്യക്തിജീവിതവും ഓർത്തെടുത്ത് സിനിമയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ. ശ്രീനിവാസന്റെ സ്മരണാർത്ഥം 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ അവസാന ദിനം സംഘടിപ്പിച്ച സന്മാനസുള്ള ശ്രീനി എന്ന സെഷനിലാണ് ഗതാഗത വകുപ്പ് മന്ത്രിയും നടനുമായ KB ഗണേഷ് കുമാർ, സംവിധായകരായ പ്രിയദർശൻ, കമൽ, നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായ പ്രേംകുമാർ, സംവിധായകരും ശ്രീനിവാസന്റെ അടുത്ത ബന്ധുവുമായ M മോഹനൻ എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചത്. ശ്രീനിവാസൻ എന്ന ദീർഘവീക്ഷണമുള്ള എഴുത്തുകാരന്റെ സിനിമയിൽ രാഷ്ട്രീയവും സാമൂഹ്യ പ്രതിബദ്ധതയുമുണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. മനുഷ്യന്റെ ഉള്ളിലെ അപക്ഷബോധത്തെ തന്റെ സിനിമയിലൂടെ ശ്രീനിവാസൻ കാണിച്ചു. പലപ്പോഴും സ്വയം പരിഹാസനാകുന്ന വില്ലൻ കഥാപാത്രങ്ങളെ എഴുതി അവതരിപ്പിച്ചു. CPM മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസിൽ ലോകഭവനിലെ KPCCയുടെ രാപ്പകൽ സമരഭവനിലേക്ക് എത്തിയ ആയിഷ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. 3 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ചാണ് അവർ കോൺഗ്രസിലെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാലയിട്ട് സ്വീകരിച്ചു. സമരവേദിയിൽ വെച്ച് പോറ്റിക്ക് അംഗത്വം നൽകി. ഇത്തവണ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. കഴിഞ്ഞ 5 വർഷമായി CPMമായി അകന്നിരുന്നു. 3 തവണ കൊട്ടാരക്കരയിൽ MLA ആയിട്ടുണ്ട്. മുൻ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആയിഷ പോറ്റി സ്വീകരിച്ചത് തികച്ചും അവസരവാദപരമായ നിലപാടാണെന്ന് CPM ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2 തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയും 3 തവണ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ നിന്നും 15 വർഷം MLA ആക്കുകയും ചെയ്തത് CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. ഈ കാലയളവ് CPM ജില്ലാ കമ്മിറ്റി അംഗമായും മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായും അവസരം നൽകി. കൂടാതെ ബാർ കൗൺസിൽ അംഗമായും ആയിഷ പോറ്റിയെ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ സ്ഥിരമായി ചുമതലകൾ നിർവഹിക്കാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു. CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കളും പ്രാദേശിക പ്രവർത്തകരും പല ഘട്ടങ്ങളും പാർട്ടി നൽകിയ ചുമതലകൾ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ആ ഘട്ടങ്ങളെല്ലാം ശാരീരികവും കുടുംബപരവും ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് സജീവമാകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നു. സ്ഥാനം ഉള്ളപ്പോൾ പാർട്ടിയോടൊപ്പം നിൽക്കുകയും ഇല്ലാതപ്പോൾ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തകയ്ക്ക് ചേർന്നതല്ല. ആയിഷ പോറ്റി സ്വീകരിച്ച നിലപാട് തികച്ചും അവസരവാദപരമാണെന്ന് കൊട്ടാരക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കിയും നാടിന്റെ വികസനത്തിനും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും മുന്നോട്ട് പോക്കിനും ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്നും സംശയമില്ല. എങ്ങനെയും അധികാരം നേടുക എന്ന UDFന്റെ കുതന്ത്രവും വില കുറഞ്ഞ പ്രചരണങ്ങളും കേരളത്തിലെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് ജില്ലാ സെക്രട്ടറി ചുമതലയുള്ള SJ മോഹൻ അറിയിച്ചു.
ശബരിമല സ്വർണ്ണ മോഷണ പരമ്പരയിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ കുരുക്കുമുറുക്കി പ്രത്യേക അന്വേഷണ സംഘം. ശ്രീകോവിൽ കട്ടിപ്പൊളിയിലെ സ്വർണ്ണമോഷണ കേസിൽ നിലവിൽ റിമാൻഡിലുള്ള തന്ത്രിയെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കവർന്ന രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾക്ക് തിളക്കം കുറഞ്ഞെന്നും അവ മാറ്റണമെന്ന് നിർദ്ദേശിച്ചത് തന്ത്രിയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി അനുജ്ഞ കലശം നടത്തിയതായി അദ്ദേഹമാണ്. തുടർന്ന് ഈ പാളികളിൽ സ്വർണം പൂശാനെന്ന വ്യാജേന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാൻ തന്ത്രി മൗനാനുവാദം നൽകിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിക്ക് തിരിച്ചടിയായി. ശ്രീകോവിൽ കട്ടിളപ്പൊളിക്കേസിലെ സമാനമായ ഗൂഢാലോചനയും ഒത്താശയും ഈ കേസിൽ നടന്നിട്ടുണ്ട്. ആചാരലംഘനം നടന്നിട്ടും തന്ത്രി ദേവസ്വം ബോർഡിനെ വിവരം അറിയിച്ചില്ല. കട്ടിളപ്പൊളി കേസിൽ കസ്റ്റഡി കാലാവധിക്ക് ശേഷം തന്ത്രിയെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യുന്നതോടെ അദ്ദേഹത്തിന് ജയിൽവാസം നീളും. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ഠര് രാജീവൻ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ജനുവരി 14 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി KSTP റോഡിൻ്റെ BC ഓവർലേ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാണ് നാളെ മുതൽ ഒരാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പയ്യന്നൂരിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്കും കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്കും പോകേണ്ട വലിയ വാഹനങ്ങൾ ദേശീയപാത വഴി പോകേണ്ടതാണ്. ബസ് ഒഴികെയുള്ള മറ്റ് വാഹനങ്ങൾ എരിപുരം കുപ്പം റോഡ്, നെരുവമ്പ്രം മെഡിക്കൽ കോളേജ് റോഡ്, എടാട്ട് കുഞ്ഞിമംഗലം വെങ്ങര റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് റോഡുകളിലൂടെ സർവീസ് നടത്തണമെന്നും അറിയിച്ചു. കിണറുകളിൽ ഇന്ധന സാന്നിധ്യം യോഗം ഉടൻ വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ. കണ്ണൂർ പള്ളിക്കുന്ന് ജയ് ജവാൻ റോഡിലെ വീട് കിണറുകളിൽ പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കണ്ണൂർ സെൻട്രൽ ജയിൽ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ പ്രതിനിധികളുമായി ഉടൻ യോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ പറഞ്ഞു. KV സുമേഷ് MLAയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിഷയം ഗൗരവമായതിനാൽ ഉടൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ MLA നിർദ്ദേശിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ നടത്തുന്ന പമ്പിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇന്ധനം ഇറങ്ങുന്നുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിച്ചു. കിണറിലെല്ലാം ഇന്ധന സാന്നിധ്യം തെളിഞ്ഞിട്ടുണ്ടെന്നും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കളക്ടറെ അറിയിച്ചു. കിണറുകളിൽ സംയുക്ത പരിശോധന നടത്തണം. നിലവിൽ 4 കിണറുകളാണ് ഇന്ധന സാന്നിധ്യമെങ്കിലും ഇത് വ്യാപിക്കാനാണ് സാധ്യതയെന്നും അവർ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ദീപ്തി വിനോദ്, DM ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി, റെസിഡൻസ് അസോസിയേഷൻ പ്രതികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ക്വാണ്ടം സയൻസ് 100ാം വാർഷിക പ്രദർശനം 2ാം ദിനം കണ്ണൂർ വനിതാ കോളേജിൽ ശാസ്ത്രകൃതികളുടെ വൻ തിരക്ക്. ക്വാണ്ടം സയൻസ് 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് കേരളത്തിലെവിടെയും നടക്കുന്ന ക്വാണ്ടം പുച്ഛകളുടെ പ്രദർശനം കണ്ണൂർ വിമൻസ് കോളേജിൽ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു വരികയാണ്. ഈ പ്രദർശനം കാണാനാണ് 2ാം ദിവസം വൻ പങ്കാളിത്തം ഉണ്ടായത്. സൂക്ഷ്മലോകത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനും അതുവഴി പല പ്രപഞ്ച രഹസ്യങ്ങളുടെയും ചുരുൾ അഴിക്കാനും വഴി തുറക്കുന്നതാണ് കണ്ണൂർ വനിതാ കോളേജിൽ നടക്കുന്ന ക്വാണ്ടം സയൻസ് പ്രദർശനം എന്ന് വിലയിരുത്തി. ലോകത്തെ പരിഷ്കരിച്ച ട്രാൻസിസ്റ്ററും ലേസറും മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വരെയുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾക്ക് പിന്നിലും ക്വാണ്ടം സയൻസാണുള്ളത്. ഹൈസ്കൂൾ മുതൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ, ആറ്റം ഘടന, ഓർബിറ്റൽ തിയറി, സബ് ആറ്റമിക് പാർട്ടിക്കിളുകൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയവയും ഫ്ലൂറൻസ്, സൂപ്പർ ഫ്ലൂറിഡിറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുമെല്ലാം എക്സിബിറ്റുകളും മെഡലുകളുമായി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പുത്തൻ അറിവുകൾ നൽകിയാണ് ഈ പ്രദർശനം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമെല്ലാം മനസ്സിലാക്കും വിധം ലളിതമായാണ് എല്ലാ ഐറ്റവും അവതരിപ്പിക്കുന്നത്. കണ്ണൂർ വനിതാ കോളേജിലെ ഡിഗ്രി PG വിദ്യാർത്ഥികളാണ് ലളിതമായി ക്വാണ്ടം സയൻസ് സിദ്ധാന്തവും പ്രായോഗിക പരീക്ഷണങ്ങളും പൊതുജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇവർക്ക്
ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും നേരത്തെ പരിശീലനം നൽകിയിരുന്നു. ഇതുകൊണ്ട് ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.